ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് ബോർണിയോ സ്കീമാറ്റിക് ടൂളിൽ ഹാർഡ്വെയർ സൊല്യൂഷനിൽ UI 10 ലൈറ്റ്. നമ്മൾ ഓണോ സ്വിച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ വോളി സ്വിച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ ഡയോഡ് വാല്യൂയെ കുറിച്ചും അതുപോലെ തന്നെ മൈക്ക്, സ്പീക്കർ, ഇയർ എന്നീ ഭാഗങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LCD ലൈറ്റ് എന്ന ഭാഗത്തെ കുറിച്ചാണ്. LCD ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണുകളിൽ ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിൽ കുറേ LED ഫിക്സ് ചെയ്ത് അതിനെ പ്രകാശിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഡിസ്പ്ലേയിൽ ഒരു ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഇമേജ് ആയാലും ഒരു വീഡിയോ ആയാലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് ആ ഡിസ്പ്ലേയിൽ കാണുന്നത് ആ പ്രകാശം, ഈ ബാക്ക് ലൈറ്റിന്റെ പ്രകാശത്തിലാണ്. അപ്പോൾ ഈ സ്ക്രീനിന്റെ ബാക്ക് ലൈറ്റ് ആയിട്ടുള്ള ആ LED പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട്. അതിന് ലൈറ്റ് സെക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലൈറ്റ് സെക്ഷനിൽ കംപ്ലൈന്റ് വരുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് ഒന്ന്, ലൈറ്റ് തീരെ ഉണ്ടാവില്ല, സെറ്റ് വർക്കിംഗ് ആയിരിക്കും പക്ഷെ ലൈറ്റ് തീരെ ഉണ്ടാവില്ല, അങ്ങനെ പ്രശ്നം വരാറുണ്ട്. ഇനി ഫ്ലിക്കറിങ് ഉണ്ടാവും, അതായത് ഇടക്കിടക്ക് ലൈറ്റ് വരുക പോവുക, അങ്ങനെ ഒരു ഫ്ലിക്കറിങ്. ഇനി ഫ്ലിക്കറിങ് എന്ന് പറയാം. അതുപോലെ തന്നെ പിന്നെ ഒരു കംപ്ലൈന്റ് ആണ് ലോ ബ്രൈറ്റ്നസ് കുറവായിരിക്കും, അത് കൂട്ടാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ലൈറ്റ് സെക്ഷനിൽ നിന്ന് ഡിസ്പ്ലേയിലേക്കുള്ള ആ ലൈൻസ് കുറെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇത് നമ്മൾ LCD കണക്ടർ എടുത്തു. ആദ്യം LCD കണക്ടർ വഴിയാണ് ഈ കണക്ഷൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കുറെ പിൻസ് നമുക്ക് കാണാം, പക്ഷെ അതിൽ 5 ലൈന് മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം LCDയിലെ ഡാറ്റ കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 17ാമത്തെ ലൈൻ നമുക്ക് നോക്കാം. 17ാമത്തെ ലൈന് ഇങ്ങനെ വന്ന് LCD CABC PWM എന്ന ലൈനാണ്. ആ ലൈന് നേരെ പോകുന്നത് ഇതിന്റെ CPU-യിലേക്കാണ്. ഇത് CPU ആണ്, അതുപോലെ തന്നെ ഇത് eMMC ആണ്, സ്റ്റോറേജ്. അപ്പൊ ഈ CPU-യിലേക്കാണ് ആ ലൈന് വരുന്നത്. ഇനി അടുത്ത ലൈൻ നമുക്ക് നോക്കാം. അടുത്ത ലൈൻ വരുന്നത് 31ാമത്തെ ലൈനാണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്പാസിറ്റർ, അതുപോലെ ഇവിടെ ഒരു കപ്പാസിറ്റർ നമുക്ക് കാണാം. അപ്പൊ ഈ 31ാമത്തെ ലൈന് നേരെ വന്ന് ഈ കപ്പാസിറ്ററിലേക്ക് ടച്ച് ആയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ മറുഭാഗം ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ കപ്പാസിറ്റർ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റിൽ കംപ്ലൈന്റ് വരാറുണ്ട്. അപ്പൊ LED 1 എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അതിന്റെ പേര്. അതുപോലെ തന്നെ അത് നേരെ വന്ന് ഇവിടെ ഒരു ഇൻഡക്ടറിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പൊ ഈ ഇൻഡക്ടറിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും ഈ ലൈറ്റിന് പ്രോബ്ലം വരാം. അപ്പൊ അവിടെയും നമ്മൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. അത് നേരെ വന്നിട്ട് LED 1 അപ്പൊ ഇത് നേരെ വന്നിട്ട് ഇവിടെ ഒരു IC-യിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ IC-ന്റെ പേര്, ഇത് ലൈറ്റ് IC ആണ്. ലൈറ്റ് IC അല്ലെങ്കിൽ ലൈറ്റ് ഡ്രൈവർ എന്നൊക്കെ പറയും. അതായത് ലൈറ്റിന് കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ ബാക്ക് ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വെക്കുന്ന IC ആണ് IC. ലൈറ്റ് IC അല്ലെങ്കിൽ ലൈറ്റ് ഡ്രൈവർ എന്നൊക്കെ അതിന് പറയാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലൈൻ നോക്കാം. അടുത്ത 33. നേരത്തെ കണ്ടതുപോലെ ഇപ്പുറത്ത് കണ്ടതുപോലെ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ ഡാമേജ് ആയാലും ലൈറ്റിന് കംപ്ലൈന്റ് വരാറുണ്ട്. LED 3 ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇൻഡക്ടർ കാണാം. ഈ ഇൻഡക്ടർ ഡാമേജ് ആയി കഴിഞ്ഞാലും ലൈറ്റിൽ കംപ്ലൈന്റ് വരാം. ആ LED 3 എന്നുള്ള അതും ഈ ലൈറ്റ് IC-യിലേക്ക് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ലൈൻ നോക്കാം. അടുത്ത ലൈൻ 34 ആണ്. 34 ഇവിടെ ഒരു കപ്പാസിറ്ററിന്റെ ടച്ച് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഇൻഡക്ടറിലൂടെ കടന്നിട്ടാണ് ഈ ലൈന് പോകുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്റർ ഡാമേജ് ആയാലും ഈ ഇൻഡക്ടർ ഡാമേജ് ആയാലും ലൈറ്റിൽ കംപ്ലൈന്റ് വരാം, ലൈറ്റിന് പ്രശ്നം വരാം. LED പോസിറ്റീവാണിത്. അത് നേരെ വന്നു, LED പോസിറ്റീവ് നേരെ ഈ ഒരു വലിയ കപ്പാസിറ്ററിന്റെ ഒരു ഭാഗം ടച്ചായി എന്നിട്ട് നേരെ IC-യിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ കപ്പാസിറ്റർ ഡാമേജ് ആയി കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം വരാം. ഇനി അടുത്ത ഭാഗം നോക്കാം. അടുത്ത ലൈന് 32 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വന്ന് ഇവിടെ ഒരു കപ്പാസിറ്റർ വഴി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒരു ഇൻഡക്ടറിലൂടെ കടന്ന്
LED 2 നെഗറ്റീവ് ആണ്. ഇൻഡക്ടറിലൂടെ കടന്ന് ഇങ്ങനെ വന്ന് LED 2 നെഗറ്റീവ് ഈ IC-യിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കണക്ഷൻസ് ആണ് നമുക്ക് ഈ IC-യിലേക്ക് വരുന്നത്. ഇനി നമുക്ക് പുറത്ത് ഈ IC-യിലേക്ക് വരുന്ന കണക്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ചാർജിങ് IC ആണ്. ഇത് VPH ലൈനാണ്. VPH ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് VBAT സിസ്റ്റം, സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റം വോൾട്ടേജ് എന്നൊക്കെ അതിന് പറയും. അതായത് 3.7 ആണ്. അപ്പോൾ ഓഡിയോ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ലൈനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഈ ലൈനിലൂടെ ഇവിടെ ഈ ഡയോഡിന്റെ ഇതൊരു ഡയോഡാണ്. ഈ ഡയോഡിന്റെ ഇവിടെ നമുക്ക് 3.7 വോൾട്ട് വരുന്നുണ്ടെന്ന് ആദ്യം പരിശോധിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ IC ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ലൈറ്റിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ലൈനും കൂടി കാണാം. ഈ ഒരു ലൈനും കൂടി ഇവിടെ നമുക്ക് കാണാം. LCD BL PWM, LCD ബാക്ക് ലൈറ്റ് PWM. ആ ലൈന് നേരെ എവിടെയാണ് പോകുന്നത് നോക്കാം നമുക്ക്. അത് നേരെ പോകുന്നത് CPU-യിലേക്കാണ്. അപ്പോൾ CPU നിന്നുള്ള കമാൻഡ്, അതായത് നിർദ്ദേശങ്ങൾ, ഈ ലൈറ്റ് സെക്ഷൻ എപ്പോഴൊക്കെ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് CPU ആണ്. CPU-യിൽ നിന്ന് ഇതിൽ വോൾട്ടേജ് വന്നാൽ മാത്രമേ ലൈറ്റ് IC വർക്ക് ആവുള്ളൂ. അതുപോലെ തന്നെ ലൈറ്റ് സെക്ഷനിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ആവുള്ളൂ. അപ്പോൾ ലൈറ്റ് സെക്ഷൻ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കമ്പോണന്റുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഈ ലൈറ്റ് IC-യിൽ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കണം. അതുപോലെ തന്നെ ഈ കപ്പാസിറ്റി ഡാമേജ് ആണോ നോക്കണം. IC കംപ്ലൈന്റ് ആണോ നോക്കണം. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു വേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് ഇവിടെ 2 ഇൻഡക്ടറുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ, ഇവിടെ ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇവിടെ 2 കപ്പാസിറ്ററുകളുണ്ട്. അപ്പൊ ഇത്രയും കമ്പോണന്റുകൾ നമുക്ക് ഇത് വളരെ എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. മൾട്ടിമീറ്റർ കൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ, ഡാമേജ് ആണോ നല്ലതാണോ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ബോർണിയോ സ്കീമാറ്റിക് ടൂൾ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ലൈനൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ലൈറ്റ് സെക്ഷനിലുള്ള കാര്യങ്ങൾ. അപ്പോൾ കംപ്ലൈൻറ്റ് വന്നാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതൊക്കെ ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക, ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക ഏത് ഭാഗമാണ് കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഏത് ലൈനാണ് കട്ടായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു കണ്ടന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.